ഇന്നത്തെ വീഡിയോ നേരത്തെ ചെയ്ത ഒരു വീഡിയോയുടെ കമൻറ്റുകൾക്കുള്ള റിപ്ലൈ ആണ്. ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മൾ സൈൻ വേവ് ഇൻവെർട്ടർ ബോർഡ് ചേഞ്ച് ചെയ്യുന്നതിനെക്കുറിച്ച്. അപ്പം അതിനകത്ത് രണ്ട് മൂന്ന് പേര് കമൻറ്റുകൾ ചെയ്തിരുന്നു. ചില സംശയങ്ങളൊക്കെ ആയിരുന്നു. അതിനുള്ളൊരു മറുപടിയാണ്, റിപ്ലൈ ആണ് ഇന്നത്തെ ഈ വീഡിയോ. ഇപ്പോൾ ഒരാൾ ചോദിച്ചത് ഒരു ലൂമൻസിൻ്റെ 700 വാട്ട്സ് ഇൻവെർട്ടറിന് അതിൻ്റെ ബോർഡ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ഈ സെയിം ബോർഡ്, ഞാൻ ഈ വെച്ചേക്കുന്ന ഈ സെയിം ബോർഡ് അതിനകത്ത് വെച്ച് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ ബാക്കപ്പ് ടൈമിങ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അതെന്താണ് കിട്ടാത്തതെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം ബാക്കപ്പ് പുതിയ ബോർഡ് വെച്ച് കൊടുത്തപ്പോൾ, ഈ ടൈപ്പ് പുതിയ ബോർഡ് വെച്ച് കൊടുത്തപ്പം ബാക്കപ്പ് ടൈമിങ് നേരത്തെ കിട്ടിയിരുന്നതിനേക്കാൾ കുറവായി കിട്ടാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്, ഒന്നല്ല. അപ്പം ഈ കാരണങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കംപ്ലൈൻ്റ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ആ ഇൻവെർട്ടർ ഒരു ബാറ്ററിയിൽ കണക്ട് ചെയ്യുക. ബാറ്ററിയിൽ കണക്ട് ചെയ്തതിന് ശേഷം എത്ര വോൾട്ട്, ബാറ്ററിയിൽ എത്ര വോൾട്ടേജ് ആകുമ്പോഴാണ് ബാറ്ററി ലോ എന്ന് കാണിച്ച് ഷട്ട് ഡൗൺ ആകുന്നുള്ളത് ഒരു നല്ലൊരു മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യണം. അപ്പം നല്ലൊരു കാലിബ്രേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു മൾട്ടിമീറ്റർ അതിന് ആവശ്യമാണ്. അപ്പം നല്ലൊരു മൾട്ടിമീറ്റർ വെച്ച് ബാറ്ററി വോൾട്ടേജ് മെഷർ ചെയ്യണം. ലോഡ് കൊടുക്കുക. ബാറ്ററിയുടെ വോൾട്ടേജ് ഏത് ലെവലിൽ എത്തുമ്പോഴാണ് ബാറ്ററി ലോ എന്ന് വരുന്നതെന്ന് ചെക്ക് ചെയ്യുക. കാരണം ഈ ബോർഡിൽ എത്ര വോൾട്ടേജാണ് കാലിബ്രേറ്റ് ചെയ്ത് അവർ സെറ്റ് ചെയ്തേക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. കാരണം ലൂമിനസ് ബ്രാൻഡുകളിലൊക്കെ ബാറ്ററി ലോ, അതുപോലെ ബാറ്ററി 2 ലോ എന്നുള്ള ഓപ്ഷനുകൾ എന്ന് പറഞ്ഞാൽ 10.5 വോൾട്ട്, ബാറ്ററിയിൽ 10.5 വോൾട്ടേജ് വരുമ്പോൾ ബാറ്ററി ലോ വരും. ബാറ്ററി ലോയുടെ വാണിംഗ് വരും, അലാറം വരും, ഇൻഡിക്കേഷൻ ലൈറ്റ് LED ബ്ലിങ്ക് ചെയ്യുന്നതാണ്. 10.4 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെർട്ടർ ഷട്ട് ഡൗൺ ആകും, ബാറ്ററി 2 ലോ. അപ്പോൾ അതാണ് ലൂമിനസ് ഇൻവെർട്ടറുകളിൽ കൊടുത്തേക്കുന്ന ബാറ്ററി ലോയും ബാറ്ററി 2 ലോയും വോൾട്ടേജ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ബോർഡിൽ എത്ര ആണെന്ന്, ബാറ്ററി ലോ ബാറ്ററി 2 ലോ എത്ര ആണെന്നുള്ളത് ബാറ്ററി കണക്ട് ചെയ്ത് ലോഡ് കൊടുത്ത് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യണം. ഇൻ കേസ് അവർ 11 വോൾട്ട് ആയിരിക്കും, ചിലപ്പം 10.9 ആയിരിക്കും കൊടുത്തേക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അത് കാലിബ്രേഷൻ ചെയ്യുക. കാലിബ്രേഷൻ ചെയ്യുന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സൈൻ വേവ് ഇൻവെർട്ടർ ബോർഡ് കാലിബ്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് അത് നോക്കി ചെയ്യാവുന്നതാണ്. ഈ സെയിം ബോർഡ് അതുപോലെ ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ 1 kVയുടെ ബോർഡാണ് 700 വാട്ട്സ് ട്രാൻസ്ഫോമർ കണക്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പം ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി മാക്സിമം 700 വാട്ട്സ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ബോർഡ് 1 kV ആണ്. 1 kVയുടെ ബോർഡിൽ ഒരു മിനിമം 800 വാട്ട്സ് ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടെ പുതിയ ബോർഡ് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് 700 വാട്ട്സിൻ്റെ ഒരു ട്രാൻസ്ഫോമറിൽ 1 kVയുടെ ബോർഡ് വെച്ച് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കാലിബ്രേഷനിൽ ചെന്നിട്ട് ലോഡ് റെഡ്യൂസ് ചെയ്യണം. കാരണം 700 വാട്ട്സിൻ്റെ ട്രാൻസ്ഫോമറിൽ 800 വാട്ട്സ് ലോഡ് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ ഹീറ്റ് ആകും, ട്രാൻസ്ഫോമർ കംപ്ലൈൻ്റ് ആകും. അതുപോലെ തന്നെ ഇൻ കേസ് സഡനായിട്ട് കംപ്ലൈൻ്റ് ആയില്ലെങ്കിൽ പോലും കൂടുതൽ ലോഡ്, നേരത്തെ ഉപയോഗിച്ച ലോഡിനേക്കാൾ കൂടുതൽ ലോഡ് ഇൻവെർട്ടർ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ബാക്കപ്പ് ടൈമിങ് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും അതുപോലെ തന്നെ 700 വാട്ട്സിൻ്റെ ട്രാൻസ്ഫോമർ ആണെങ്കിൽ കാലിബ്രേഷനിലേക്ക് കാലിബ്രേഷൻ എടുക്കുക, ഓപ്ഷൻ എടുക്കുക. അതിനകത്ത് ഒരു 650 വാട്ട്സ് ഓവർലോഡ് സെറ്റ് ചെയ്യുമ്പോൾ 650 വാട്ട്സ് കൊടുത്ത് ലോഡ് കൊടുത്ത് അതിൽ സെറ്റ് ചെയ്യുക. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇപ്പം കൊടുത്തേക്കുന്ന ഈ ബോർഡിൻ്റെ കാലിബ്രേഷൻ അനുസരിച്ച് 800 വാട്ട്സ് ലോഡ് എങ്കിൽ അങ്ങനെ വരുമ്പോഴും ബാറ്ററിയുടെ ബാക്കപ്പ് പ്രോപ്പറായിട്ട് കിട്ടാതെ വരും. പിന്നെ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ബാറ്ററിയിലേക്ക് പോകുന്ന 2 വയറുണ്ട്, ഇൻവെർട്ടറിൽ നിന്ന് പോകുന്ന 2 വയറുണ്ട്, ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്. ഈ വയറുകൾ ബാറ്ററിയുടെ ടെർമിനലുകളിൽ കണക്ട് ചെയ്തേക്കുന്ന നട്ട് ബോൾട്ടിൻ്റെ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ടെർമിനലുകൾ കാർബൺ, സൾഫേറ്റൊക്കെ പിടിച്ച് പ്രോപ്പറായിട്ടുള്ള കോണ്ടാക്റ്റ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും. അതുപോലെ തന്നെ നല്ല പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യുക. പെട്രോളിയം ജെല്ലി ടെർമിനലുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക.
ഈ 2 വയറുകൾ ഇൻവെർട്ടർ ബോർഡിലേക്കാണ് വരുന്നത്. ഒരു റെഡ് വയർ നേരെ ഇൻവെർട്ടർ ബോർഡിൻ്റെ ഹീറ്റ് സിങ്ക് വരും. അത് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബോർഡിലേക്ക് കണക്ട് ചെയ്തേക്കുന്ന ബ്ലാക്ക് വയർ, ബാറ്ററിയിൽ നിന്ന് വരുന്ന ബ്ലാക്ക് വയർ ചിലപ്പോൾ നട്ട് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്തിരുന്നതായിരിക്കാം, ചിലപ്പോൾ സോൾഡറിങ് ചെയ്തേക്കായിരിക്കാം. സോൾഡറിങ് ആണെങ്കിൽ ഡ്രൈ സോൾഡറിങ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. നട്ട് ബോൾട്ട് ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഈ ലെഗ് എന്ന് പറയും, ഈ ബാറ്ററി ടെർമിനലിൽ കണക്ട് ചെയ്തേക്കുന്ന, ബാറ്ററിയിൽ കണക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഹീറ്റ് സിങ്കിലൊക്കെ കണക്ട് ചെയ്യുന്ന ലെഗ്, അത് ലൂസ് കോണ്ടാക്റ്റ് ആണോ, കറക്റ്റായിട്ട് അത് ക്രിമ്പ് ചെയ്തിട്ടുണ്ടോ, നല്ല രീതിയിൽ സോൾഡർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. അത് ലൂസ് കോണ്ടാക്റ്റ് ആണെങ്കിൽ അതൊക്കെ ജസ്റ്റ് പിടിച്ച് നോക്കിയെങ്കിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഷേക്ക് ആകുന്നുണ്ടോ അല്ലെങ്കിൽ ലൂസ് കോണ്ടാക്റ്റ് ആണോ, അതൊക്കെ ചെക്ക് ചെയ്യണം. പിന്നെ ബാറ്ററിയുടെ ബാക്കപ്പിന് പ്രോബ്ലം വരാൻ സാധ്യതയെന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ കണ്ടീഷനാണ്. അപ്പോൾ ബാറ്ററി കസ്റ്റമർ ഓൾറെഡി ഇൻവെർട്ടർ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ ഒന്നും അവർ ഇൻവെർട്ടർ റിപ്പയർ ചെയ്യാൻ തന്നു കാണത്തില്ല. കുറച്ച് ലേറ്റായിട്ട്, കുറച്ച് നാളുകൾ ബാറ്ററി ഐഡിലിൽ ഇരുന്ന് കാണും, റീചാർജ് ചെയ്യാതെ ഡിസ്ചാർജ് ചെയ്യാതെ ഇരുന്ന് കാണും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ബാറ്ററി കുറേ നാളുകൾക്ക് ശേഷമാണ് അവർ ഇൻവെർട്ടർ റെഡിയാക്കുകയും കണക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നെങ്കിൽ ചിലപ്പം ബാറ്ററിയുടെ കണ്ടീഷൻ ശരിയല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം ബാക്കപ്പ് ടൈമിങ് നേരത്തെക്കാൾ കിട്ടാതെ വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ബാറ്ററി അടിച്ച് നല്ലൊരു ഇൻവെർട്ടറിലോ അല്ലെങ്കിൽ നല്ലൊരു ചാർജറിലോ കണക്ട് ചെയ്ത് 10-12 മണിക്കൂർ ചാർജ് ചെയ്യുക. ചാർജ് ചെയ്തതിന് ശേഷം വേറൊരു ഇൻവെർട്ടർ വെച്ച് ബാറ്ററിയുടെ ബാക്കപ്പ് ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കി കഴിയുമ്പോൾ ബാറ്ററിയുടെ കണ്ടീഷൻ അറിയാൻ പറ്റും. ചിലപ്പോൾ ബാറ്ററി ഒരുപാട് നാൾ വെറുതെ ഐഡിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ ബാറ്ററി ഡാമേജ് ആയാലും ബാക്കപ്പ് ടൈമിങ് പ്രോപ്പറായിട്ട് കിട്ടാതെ വരും. പിന്നെ ബാക്കപ്പ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കാര്യമാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ലൂമിനസിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 220 വോൾട്ടാണ് സാധാരണ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം പുതിയ മോഡലുകളിലൊക്കെ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിന് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പുതിയ മോഡൽ ലൂമിനസിൻ്റെ പുതിയ മോഡലുകളിൽ 220, 230, 240 അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പഴയ മോഡലായതുകൊണ്ട് അതിനകത്ത് അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ഫിക്സഡാണ് 220 വോൾട്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ബോർഡിൽ നമുക്ക് വോൾട്ടേജ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്യണം. ഈ ബോർഡ് വെച്ച് കൊടുത്തേക്കുന്ന ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് 220 ആണോ അതോ 230 ആണോ, എത്ര വോൾട്ടേജ് ആണെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ 220 സെറ്റ് ചെയ്ത് കൊടുക്കണം. 220 കൂടുന്നതനുസരിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് ബാക്കപ്പ് ടൈമിങ് കുറയാനുള്ള സാധ്യതകളുണ്ട്. ഈ കാലിബ്രേഷൻ ഞാൻ പറഞ്ഞത് കാലിബ്രേഷൻ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഈ ബോർഡ് വാങ്ങിച്ച് ട്രാൻസ്ഫോമറിൽ കണക്ട് ചെയ്യുമ്പോൾ വെറുതെ കണക്ട് ചെയ്ത് കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് കാലിബ്രേഷനിൽ പോവുക. നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന ട്രാൻസ്ഫോമർ, അതുപോലെ തന്നെ ലോഡ്, നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ലോഡ് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബാറ്ററിയുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കാലിബ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് 700 വാട്ട്സിൻ്റെ ട്രാൻസ്ഫോമറിൽ 1 kV ബോർഡ് കണക്ട് ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും ലോഡ് ഓവർലോഡ് സെറ്റിങ്ങിൽ നമ്മൾ ലോഡ് റെഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കപ്പ് ടൈമിങ് കുറയുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ബാറ്ററിയുടെ കാര്യം ഞാൻ പറഞ്ഞു, ബാറ്ററി കുറേ നാൾ ഉപയോഗിക്കാതിരുന്നിട്ടാണ് ഇൻവെർട്ടർ റെഡിയാക്കി കണക്ട് ചെയ്യുന്നതെങ്കിൽ ബാറ്ററിയുടെ കണ്ടീഷൻ മോശമായിരിക്കും. അങ്ങനെയാണെങ്കിലും വരാൻ സാധ്യതയുണ്ട്. പിന്നെ അവർ കണക്ട് ചെയ്തേക്കുന്ന ലോഡുകൾ എന്താണെന്ന് ചെക്ക് ചെയ്യുക. ലോഡ് എന്ത് ലോഡാണ്, നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലോഡ് തന്നെയാണോ ഇപ്പോഴും ഉപയോഗിക്കുന്നത്, അഡീഷണലായിട്ട് ലോഡുകൾ ആഡ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ഏറ്റവും ബെറ്റർ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവെർട്ടറും ബാറ്ററിയും കൂടെ എടുത്ത് ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്.